രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് ശേഖർ കുര്യാക്കോസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് DC അവിടുത്തെ കാർവാർ ജില്ലാ കളക്ടറാണ് ശ്രീമതി ലക്ഷ്മി പ്രിയ. നമ്മള് കൂടുതലും ഇവിടെ നിന്ന് അധികമായി എന്തെങ്കിലും സഹായം അവർക്ക് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. ഞാൻ നേരിട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സംസാരിച്ചിരുന്നു. അവിടുന്ന് അവര് നമ്മളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് അധികമായ ഒരു NDRF ടീമിനെയും കൂടി അവിടെ വിടാം എന്ന് പറയുകയും അവരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന മെസ്സേജ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘവും കൂടി അവിടേക്ക് ചെല്ലും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാൽ ഈ മണ്ണിനുള്ളിൽ ഈ വാഹനമുണ്ടോ എന്നത് കണ്ടെത്താൻ സാധിക്കും. അവിടുത്തെ സാഹചര്യം, ഞാൻ ഈ വഴിയിലൂടെ മെയ് മാസത്തിൽ സഞ്ചരിച്ചതാണ്. ദേശീയ പാത അതോറിറ്റി അവിടെ ഈ മണ്ണ് ചെത്തി വെച്ചിരിക്കുന്നത് വളരെ അപകടകരമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇനി എന്തെങ്കിലും ഇടപെട്ട് നമ്മൾ മണ്ണ് മാറ്റുകയോ മറ്റും ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഇടിഞ്ഞു വരുവാണ്. രണ്ടാമത് നിങ്ങളുടെ തന്നെ ടി വി ചാനലിൽ ഇപ്പോൾ കാണാം, ഈ പുഴ ഒന്ന് വളഞ്ഞൊഴുകുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ പുഴയുടെ ആ ഭാഗത്ത് മണ്ണ് എടുത്തുകൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ സൈഡിലേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ, പുഴയുടെ സൈഡിലേക്ക് കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് വീണ്ടും ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ വളരെ സാവധാനത്തിൽ ഇതിലേക്ക് ഈ മണ്ണ് മാറ്റി എടുക്കാൻ നോക്കുന്നത്. അവർ മാറ്റുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് ഇടിയാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. നല്ല മഴയും ആ പ്രദേശത്തുണ്ട്. ഇതുകൊണ്ടാണ് അവർ സാവധാനത്തിൽ അവരുടെ പണിയെടുക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അപകടം ഉണ്ടാകാത്ത സാധ്യത കൂടി കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. വിവരങ്ങളുമായി കർണാടകത്തിൽ നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, 72 മണിക്കൂർ പൂർണ്ണമാകുമ്പോഴും എവിടെയാണ് അർജുൻ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. ഇന്നത്തെ തെരച്ചിൽ 6 മണിയോടുകൂടി അവസാനിപ്പിച്ചേക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിലാണോ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിവരം എന്താണ്? അപർണ, തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്, ഇതുവരെ നിർത്തിവെച്ചിട്ടില്ല. അതിൽ ഏറ്റവും പുതുതായി നമുക്ക് നൽകാനുള്ള വിവരം, ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അത് വെച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും മറ്റൊരു കാര്യത്തിലും സ്ഥിരീകരണം വന്നു. അതായത് ലോറി പുഴയിലേക്ക് ഏതായാലും ഒഴുക്കിൽപ്പെട്ടിട്ടില്ല. അത് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ നേവിയുടെ സംഘം, ഈ വലിയ കുത്തൊഴുക്കുള്ള പുഴയാണ്, എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് നടത്തിയ തിരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ ലോറിയെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് ലോറി പുഴയിലേക്ക് മറിഞ്ഞിട്ടില്ല എന്നൊരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ വാർത്ത നൽകിയതുപോലെ തന്നെ മണ്ണിനടിയിൽ ലോറി അകപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് എത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ മെറ്റൽ ഡിറ്റക്ടറിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കിയാൽ ലോറി കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ ഇത് വലിയൊരു മല അപ്പാടെ വന്ന് ഒരു റോഡിലേക്ക് പതിച്ചാണ്. അതുകൊണ്ട് ഈ മുഴുവൻ മണ്ണ് നീക്കം ചെയ്യുക സാധ്യമല്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അത്രത്തോളം മണ്ണ്, ഈ ചളിയും വലിയ കൂറ്റൻ പാറ കഷ്ണങ്ങളും ഈ റോഡിൽ പതിച്ചിട്ടുണ്ട്. അത് ഒരാഴ്ചയിൽ കൂടുതലെങ്കിലും എടുക്കും അത് മുഴുവൻ മണ്ണും നീക്കം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അപർണ സൂചിപ്പിച്ചതുപോലെ 75 മണിക്കൂർ എടുക്കുന്നു ഈ അർജുനെ കാണാതായിട്ട്, അർജുനെയും അതുപോലെ തന്നെ ലോറിയെയും ഇത്തരത്തിൽ കാണാതായിട്ട്. എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക, അർജുനെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും തിരച്ചിൽ ഇപ്പോൾ നിർത്തിയിട്ടില്ല. 6 മണിയോടുകൂടി നിർത്തുമെന്നാണ് പറഞ്ഞതെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ അല്പസമയത്തിന് മുമ്പാണ് ഇവിടെ എത്തിച്ച് പരിശോധന ഇപ്പോൾ ആരംഭിച്ചത്. ഇവരുടെ അർജുന്റെ ബന്ധുക്കൾ, ഒപ്പം ലോറി ഉടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഈ സ്ഥലത്ത് ഇപ്പോൾ പ്രവേശനമില്ല. പ്രധാനമായും അതിന് ജില്ലാ ഭരണകൂടം പറയുന്നത് മണ്ണിടിച്ചിലിന് വീണ്ടും സാധ്യതയുണ്ട്, അപകട സാധ്യതയാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് യാതൊരു കാരണവശാലും കടത്തി വിടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഈ അങ്കോലയ്ക്ക് സമീപമാണ് നമ്മൾ ഉള്ളത്. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ആരെയും തന്നെ കയറ്റി വിടുന്നില്ല. ഈ പ്രദേശത്ത് അത്രത്തോളം ഒരു ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 4-5 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നു. ഇപ്പോഴും മഴ പെയ്യുന്നു. റെഡ് അലർട്ട് തന്നെയാണ് നിലവിലും ഈ സ്ഥലത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ പൂർണ്ണമായും ഇത്തരത്തിൽ ആളുകളെ കയറ്റുന്നത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും അപകട ഭീഷണി ഉണ്ട്, മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ട് എന്നാണ് പറയുന്നത്. വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഓക്കെ ബൈജു, ഞാൻ തിരികെ എത്താം. കർണാടകത്തിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി ആഷിഖ് നമുക്കൊപ്പം ചേരുന്നു. ആഷിഖ്, മഴ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വലിയ ചാലഞ്ച് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ബൈജു പറയുന്നു. കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ഇനിഷ്യേറ്റീവ്സ് ആണ് ഉണ്ടാകുന്നത് ഇപ്പോൾ? അതെ അപർണ, കഴിഞ്ഞ 4 ദിവസമായി കർണാടകയിലെ കോസ്റ്റൽ ഭാഗത്ത് 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇത്തരം വൈകി നടക്കുന്നത്. ഇപ്പോൾ മണ്ണിടിച്ചൽ സംഭവിച്ചിരുന്ന ആ സ്ഥലത്ത് 4 ഭാഗത്തായിട്ടാണ് മണ്ണ് ഇടിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭാഗത്തു നിന്നുള്ള 70% മണ്ണ് ഇപ്പോൾ നീക്കി മാറ്റിയിട്ടുണ്ട്. ഈ മണ്ണിന്റെ അടിയിൽ നിന്നാണ് 8ഓളം മൃതശരീരങ്ങളെ ഇവിടുന്ന് പുറത്തെടുത്തിട്ടുള്ളത്. നാളെ രാവിലെ ഇപ്പോൾ ഇനി കുറച്ച് സമയങ്ങൾ കൂടി രക്ഷാപ്രവർത്തനം തുടരും. 7 മണിക്ക് ശേഷം സമ്പൂർണമായും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ തന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്. നാളെ രാവിലെ 8 മണി മുതൽ പിന്നെയും രക്ഷാപ്രവർത്തനം തുടരും. നാളെ രാവിലെ 11 മണിയോടെ സെൻട്രൽ മിനിസ്റ്ററുമായ HD കുമാരസ്വാമി ആ സ്ഥലത്തേക്ക് അവിടെ പോകുന്നുണ്ട്. അതിനോടൊപ്പം കാർവാർ നേവൽ ബേസിൽ നിന്നും 12ഓളം എക്സ്പേർട്ടുകൾ, ഡൈവിംഗ് എക്സ്പേർട്ടുകളുള്ള ഒരു ടീമും കൂടി ശിരൂരിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് 300 മീറ്ററോളം മണ്ണ് ഇടിഞ്ഞ് വ്യാപിച്ചിട്ടുണ്ട്. അതായത് കൊണ്ട് ഇന്ന് രാത്രി രക്ഷാപ്രവർത്തനം നടക്കില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അപർണ, അഷിഖ്, ഒരു കാര്യം കൂടെ, അങ്കോള പോലീസ് സ്റ്റേഷനിൽ അർജുന്റെ ഫാമിലി കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഒരു 3 ഡേയ്സ് മുൻപ് കംപ്ലൈന്റ് കൊടുത്തിട്ടും അവർ അന്വേഷിച്ചില്ല, എൻക്വയറി ചെയ്തില്ല എന്നുള്ള ഒരു വിഷയമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ആയി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, ഈ സംഭവം ഇന്ന് ഇപ്പോൾ നടക്കുന്നുള്ള അസംബ്ലിയിലും കൂടി പരാമർശിച്ചിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് പിന്നീട് അർജുന്റെ കുടുംബപരമായി കൊടുത്തിട്ടുള്ള കംപ്ലൈന്റ് എന്തുണ്ട്, അതിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ലോറിയുടെ ഓണർ പറയുന്ന പ്രകാരം പിന്നെ അർജുന്റെ മൊബൈൽ നെറ്റ്വർക്ക് അവസാനമായി കണ്ടിട്ടുള്ളത് GPS ട്രാക്കിങ്ങിൽ വന്നിട്ടുള്ളത് ഈ ഒരു ശിരൂർ എന്ന ഈ ഒരു മണ്ണിടിച്ചൽ നടന്നിട്ടുള്ള സ്ഥലത്തായതുകൊണ്ട് അവിടെ തന്നെയാണ് ഊർജിതമായും തിരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മണ്ണിടിച്ചൽ നടന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് ഗംഗാവളി എന്ന് പറയപ്പെടുന്ന ഒരു പുഴയുടെ തീരത്താണ്. 4 ഭാഗത്തേക്കായിട്ടാണ് ഈ മണ്ണിടിച്ചൽ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭാഗത്തു നിന്നുള്ള 70% മണ്ണ് മാത്രമാണ് നീക്കിയിട്ടുള്ളത്. ഇനിയും 3 ഭാഗത്തുള്ള മണ്ണ് നീക്കാനുണ്ട്. അതിന് അഡീഷണൽ ആയിട്ടുള്ള ഫോഴ്സുകളെയും നാളെ ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാർവാർ നേവൽ ബേസിൽ നിന്നും 12ഓളം എക്സ്പേർട്ടുകളുള്ള ഒരു സെപ്പറേറ്റ് ഒരു ടീമിനെയും നാളെ സ്ഥലത്തെത്തും. ഇതിനോടൊപ്പം ഒരു ഡൈവിംഗ് എക്സ്പേർട്ടുകളും നാളെ സ്ഥലത്തെത്തും. ആ ഗംഗാവളി എന്ന് പറയുന്ന ആ പുഴയുടെ ആ തീരത്തായിട്ട് ഈ ഒരു സംഭവം നടന്നിട്ടുള്ള ഇതിനാൽ ആ പുഴയിലേക്ക് മണ്ണ് സമേതം ഒഴുകിപ്പോയിട്ടുണ്ടാവുമെന്നാണ് അധികൃതർ പറയുന്നത്. നാളെ ബാക്കിയുള്ള സ്ഥലത്തും തിരച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതായിരിക്കും. അപ്പോൾ